ഉത്തരേന്ത്യയിലെ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ സഖ്യകക്ഷിയാക്കുകയോ ഒക്കെ ചെയ്യുന്നത് പല കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അതിൽ ചില ആളുകളുടെ കേസുകളൊക്കെ മുന്നണി മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടി മാറ്റത്തിൻ്റെയോ തൊട്ട് പിന്നാലെ ഇല്ലാതാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കേസ് ഇല്ലാതായത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പല നേതാക്കളുടെയുണ്ട്. ഇവിടെയും ഈ സംഭാഷണത്തിലും സമാനമായ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ ലാവ്ലിൻ കേസ്, ഇങ്ങനെയുള്ള ചില കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതുപോലെയുള്ള ഡീലാണ് കേരളത്തിലും വേണ്ടത്, അല്ലെങ്കിൽ അതിന് മടിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഇല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ബി ജെ പി എത്തിയതിൻ്റെ സൂചനയാണോ ഇതൊക്കെ? തീർച്ചയായിട്ടും. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് അധികാരത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ കർശനം നൽകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ച് നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ. അപ്പോൾ അതിന് ഒന്നുകിൽ അത് ഈ പറഞ്ഞ പോലെ ചില പാർട്ടിക്കുള്ളിൽ സംതൃപ്തരായി നിൽക്കുന്ന അവരാണ്. പത്മജ കോൺഗ്രസിനെ പറ്റി ഒരുപാട് പരാതി പറഞ്ഞു. പി ജയരാജനെ കുറിച്ച് ചില പറയുന്നത് അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളൊരു പരിഭവം ഉണ്ടെന്നൊക്കെ. അപ്പം അതിലെല്ലാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ ഇന്നലെ ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതിനെ പറ്റി നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും ഒരുപാട് അവകാശവാദങ്ങളും മറ്റുമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞ പലതും ഏതാണ്ട് പകുതി വഴിക്കെങ്കിലും ഇതിനകം ശരിയായി കാണുന്നത് കൊണ്ട് ഇതിലൊക്കെ ഇതൊക്കെ ശരിയായി കൂടാനൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരല്പം കനം ഉള്ളവർക്കാണ് ഈ ഭയമുള്ളത് വഴിയിൽ. അതുകൊണ്ട് ആ കനം കാരണമായിരിക്കണം ഈ അവര് എന്താ പറയുക, ഇംഗ്ലീഷിലൊരു പിന്നെ എന്താ പറയുക സിറ്റിംഗ് ഡക്ക് എന്ന് പറയാറുണ്ട്. കാരണം ഒരു വളരെ എന്താ ബുദ്ധിമുട്ടിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് അവരെ പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ആ മാർഗമാണ് ബി ജെ പി നയിക്കുന്നത്. അത് ഈ ജാവദേക്കറൊക്കെ പോലെയുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിന്റെ എല്ലാം തന്ത്രങ്ങളും വഴികളും ഒക്കെ അറിയാവുന്ന ഒരാൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് പ്രവേശിക്കാവുന്ന ഒരു ഇടമായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളുമായിട്ട് ബി ജെ പി നേതാക്കൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്ത നേതാക്കളായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിക്കാർക്ക് നേരിട്ട് വന്ന് ഇടപഴകാൻ സാധിക്കുന്നത് എന്നൊക്കെ വിമർശിക്കാറുണ്ട്. പക്ഷെ അതേ ആളുകൾ സി പി എമ്മിൻ്റെ നേതാക്കളുമായിട്ടും വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ഒരു പക്ഷേ അവിടേക്ക് ക്ഷണിക്കാൻ പോലും മടിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം, അത് സി പി എമ്മിനെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കാജനകമാണ്? അത് ആ അർത്ഥത്തിൽ ആ പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉൾക്കൊള്ളുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയരാജൻ വാസ്തവത്തിലൊരു ആഴത്തിലുള്ള ആഴത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണം മാത്രമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രത്യയശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെയും ഒക്കെ ഒരു വലിയ ചോർച്ച നേരിടുന്ന ഒരു കാലമാണ്. കാരണം അതെല്ലാം സംബന്ധിച്ച പല കാരണങ്ങൾ കൊണ്ടും അതിന് പ്രത്യയശാസ്ത്രത്തിന്റെ തന്നെ ദോഷമുണ്ടാവാം, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരുടെ ഉണ്ടാവും, അല്ലെങ്കിൽ പൊതുവെ പൊതുസമൂഹത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങളുടെ ലോകമാകെ വരുന്ന മാറ്റങ്ങളുടെ ഭാഗം കൂടെയാണ്. കാരണം ഇതൊക്കെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ അതുകൂടെ നോക്കണം. കാരണം ഇത് ലോകം മുഴുവൻ ഇത് കാണുന്ന ഒരു ട്രെൻഡാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അതൊരു ന്യായീകരണമാണെന്നല്ല പറയുന്നത്. പക്ഷേ സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള സ്ഥിതികൾ ഒരു ഉള്ളിൽ വരുന്ന ചില ഒരു ജീർണതയുടെയോ ഒക്കെ ലക്ഷണം തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് നല്ല നിലപാട് വാസ്തവത്തിൽ പിണറായി വിജയൻ ആദ്യം സ്വീകരിച്ചത് നിലപാടായിരുന്നു. പറഞ്ഞ പോലെ അത് പക്ഷേ അപ്പൊ അന്നൊരു വ്യക്തിപരമായ ഒരു ദൗർബല്യം മാത്രമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇന്നലെ അത് അടിയന്തരമായിട്ടും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് സ്വീകരിച്ച നിലപാട് വളരെ ഒരു കുഴപ്പം നിലപാടായിപ്പോയിരുന്നു. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു നിഷ്കളങ്കമായ കൂടിക്കാഴ്ചയാണ്, പാർട്ടി നേതാക്കന്മാർ അങ്ങനെ കാണുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ആരും കബളിപ്പിക്കാനാണെന്ന് സംശയമില്ല. കാരണം ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാണുമ്പോൾ ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്ന ഒരു തളർച്ച
അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന മറ്റെല്ലാവരെയും പോലെയാണ് ഇവർ എന്ന് ഉള്ള ഒരു തോന്നൽ സമൂഹത്തിൽ വ്യാപകമാകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് സംശയമില്ല. സംബന്ധിച്ച നിലപാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്കറിയാവുന്ന ഇതിന്റെ നിലപാടുകളെ സംബന്ധിച്ച നിലപാട് സ്വീകരിക്കുന്നതിലൊക്കെ വളരെ കർശനമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ വളരെ ക്ലയറിംഗ് ആയിട്ട് പോകുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പോൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ BJP-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിൻ്റെ ചുമതലയുള്ളൊരു നേതാവ്, മുൻ കേന്ദ്രമന്ത്രി സന്ദർശിക്കാൻ വരുന്നു. സന്ദർശനം എന്തും ആയിക്കോട്ടെ, സന്ദർശനം ഇപ്പോൾ വ്യക്തിപരമായ സന്ദർശനമായിരിക്കാം, എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇത് പാർട്ടി അറിയിക്കുക എന്നുള്ളതൊരു പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ പ്രത്യേകിച്ച് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക്? അതുപോലും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈ ആരോപിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് ഒരുപാട് അടിസ്ഥാനമുണ്ടാകുന്നു. ഈ പറയുന്ന ദല്ലാളിൻ്റെ സാന്നിധ്യം ഒക്കെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാനിത് മറച്ചു വയ്ക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കില്ലേ? ഇതിങ്ങനെ തന്നെ ഇത്രയും സാധാരണ മട്ടിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ CPM-നെ സംബന്ധിച്ച്? അതൊരു സാധാരണ രാഷ്ട്രീയ കാലഘട്ടത്തിലാണെങ്കിൽ അതിന് നമുക്കിപ്പോൾ വലിയ അത്ഭുതപ്പെടാനില്ല. കാരണം ഇതൊരു സന്ദർശനമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ അടുത്ത നിരന്തരം സന്ദർശിച്ചിരുന്ന ഒരാളാണ് P. പരമേശ്വരൻ. പക്ഷേ ഇവര് തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു വളരെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊന്നും നമുക്ക് എന്തുകൊണ്ടാണ് അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നമ്മൾ കാണാതിരുന്നത്? അല്ലെങ്കിൽ പരസ്പരം രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടൊക്കെയാണ് കൂടുതൽ പേരും ഇങ്ങനെ കണ്ടിരുന്നത്. വിമർശകരുണ്ടായിരുന്നിരിക്കുക. പക്ഷേ തീർച്ചയായിട്ടും പക്ഷെ അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞത് അതാണ്. ഇതിനൊരു എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് അതിന്റെ അർത്ഥം, അതിന് അർത്ഥം നൽകുന്നത്. അപ്പോൾ ഈ BJP ഇങ്ങനെ ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നു. ജയരാജൻ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമാണ്, അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയം. ഇതെല്ലാം വരുമ്പോഴാണ് പിന്നെ ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ ഈ നന്ദകുമാർ എന്ന ഒരു പ്രഖ്യാപിതനായിട്ടുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയ ദലാൾ അല്ലെങ്കിൽ ഇടനിലക്കാരൻ, ഇതുപോലത്തുള്ള പൊളിറ്റിക്കൽ ഫിക്സർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മനുഷ്യന്റെ കൂടെയാണ് വരുന്നത് എന്നുള്ളതും അതിനു മുമ്പ് അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, ഇതെല്ലാം വാസ്തവത്തിൽ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഇത് വരുമ്പോഴാണ് ഇത്. അതുകൊണ്ട് ഒരു കേവലമായ അർത്ഥത്തിൽ തന്നെ ഇത് കാണുന്നത് അപേക്ഷികമാണ്. ഈ കോണ്ടെക്സ്റ്റ് എന്താണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിശദീകരണം ആവശ്യം. അത് ജയരാജൻ വിശദീകരിക്കേണ്ട. അതിനപ്പുറം CPM കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഇതിങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിന് വ്യക്തിപരമായ ഉണ്ടായ ഞങ്ങൾ ഇതാണ് ഓടിയെടുത്തിരിക്കുന്നത് എന്നൊക്കെ തെളിയിക്കാൻ കുറച്ചു കാലത്തേക്കും കൂടെ കൂടിയെങ്കിലും ഇതൊക്കെ വേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.